ഫ്രണ്ട്സ്, IAS മീഡിയയുടെ പുതിയതായിട്ട് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടുകളെ പറ്റിയിട്ട് ഒരുപാട് എൻക്വയറീസ് കാണുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകൾ നൽകിയതാണ്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. നിലവിൽ ഈ ഒരു വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ പബ്ലിഷ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഹോപ്പ്. കറക്റ്റ് ഒരു എക്സാക്ട് ഡേറ്റ് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ഡീറ്റെയിൽസ് വരുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ എക്സാം ടൈം ടേബിൾസിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, മെഡിസിൻസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ. അപ്പം അത് ആസ് പെർ നോട്ടിഫിക്കേഷൻ നമുക്ക് 21-ാം തീയതിയാണ് ടൈം പറഞ്ഞിട്ടുള്ളത്. 21-ാം തീയതി ആയിരിക്കും എക്സാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഫോർത്ത് സെമസ്റ്ററിൻ്റെ 31 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എക്സാമിനേഷൻ്റെ ഡേറ്റ് പറയുകയുണ്ട്. അപ്പോൾ അത് 21-ാം തീയതിയാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ടൈം ടേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. എനിവേ, ആസ് പെർ നോട്ടിഫിക്കേഷൻ എക്സാം രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷനിൽ 21-ാം തീയതി സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രസ് റിലീസ് അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ബിരുദാനന്തര ബിരുദം PGയുടെ അപേക്ഷ നിങ്ങൾക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്താനും പുതിയതായിട്ടുള്ള ഓപ്ഷൻ നൽകാനുള്ള അവസരം ഓഗസ്റ്റ് 6 മുതൽ 11 വരെ നൽകിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്യാം. ആൻഡ് 1-ാം വർഷം BEd പ്രവേശനവുമായി റിലേറ്റ് ചെയ്തിട്ട് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 6-ന് SN കോളേജിൽ വെച്ച് നടത്തുന്നുണ്ട്. ദെൻ കേരള സർവകലാശാല യൂണിയൻ 2023-24 വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദെൻ പുതുക്കിയ പരീക്ഷ മുമ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ ജൂലൈ 31-ന് നടത്താനിരുന്ന മാറ്റിവെച്ചതുമായിട്ടുള്ള പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ ഒരു ടൈം ടേബിളിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ ദിവസങ്ങളാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അതിൽ ടൈം ടേബിൾ അവൈലബിൾ ആണ്. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വരുന്നു. യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു അപ്ഡേറ്റിനും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.